അമ്മേ ഇന്ന് തന്നെ അമ്മയുടെ സ്പെഷ്യല് ഇന്ന് ഇഡ്ഡലിയാണ്. ഇഡ്ഡലിക്ക് ചമ്മന്തിയോ സാമ്പാറോ കൂട്ടാനാണ് ഇഷ്ടം. പിന്നെ നിനക്ക് കടലക്കറി ഇഷ്ടമായതുകൊണ്ട് ഞാൻ കടലക്കറി വെക്കാന്ന്. അത് കൊള്ളാം. ഇഡലിയും കടലയും സൂപ്പറായിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ ചൂടാമേ, ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ തന്നെ വേർത്ത് കഴിഞ്ഞു. മുറിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എ സി ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇച്ചിരി നേരം കിടന്നുറങ്ങാം. അത് കഴിഞ്ഞാൽ കറണ്ട് കാശ് എവിടെ നിൽക്കുമെന്ന് തമ്പുരാനറിയാം. എ സി ഓഫ് ആവുന്നില്ല അല്ലേ? എ സി അങ്ങനെ എന്നാ ചെയ്യണേ, ഭയങ്കര പൈസയാവും ഈ മാസം. ഇന്ന് തന്നെ നമ്മുടെ പരിപാടികൾ, നമ്മുടെ പ്രോഗ്രാംസൊക്കെ എടാ മമ്മിയുടെ ചാച്ചമുല്ലക്കാരൻ്റെ ചാച്ചൻ്റെ ചേട്ടൻ്റെ മകൾ അരുണാചലിലുണ്ട്. പുള്ളിക്കാരി നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ അവിടെ ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. നിങ്ങൾ യാത്രക്കാരെ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാന്ന് മനസ്സിലായോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അത് കൊള്ളാലോ. അരുണാചൽ നമുക്ക് പോയേക്കാം. എന്നാ അവിടുത്തെ സീസൺ എന്നാ അതറിയത്തില്ല. അവിടെ ഒത്തിരി കാഴ്ചകളുണ്ടെന്ന് കാണാനൊക്കെ. നമ്മുടെ മുടി ഒന്ന് 40 ദിവസം കഴിയുമ്പോൾ ഒന്ന് ട്രിം ചെയ്യാൻ ചെല്ലാൻ പറഞ്ഞില്ലായിരുന്നു? എന്നാൽ ട്രിം ചെയ്യാറായിട്ടുണ്ട്. അരുണാചൽ എന്നാ പോണ്ടേ നമുക്ക്? ഇനിയിപ്പോൾ ദിവ്യക്ക് വയ്യാത്തോണ്ട് പോകാൻ പറ്റുമോ? ദിവ്യനെ കൂട്ടാതെ പോയാലോ? അപ്പോൾ ഉണ്ടല്ലോ, നമുക്കിത് ഇതുപോലെ അരുണാചലിലേക്ക് ഇപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞ്. അതുപോലെ ഞങ്ങളെ ആവശ്യമുള്ള ആൾക്കാരെ ഞങ്ങളെ ഇതുപോലെ സ്ഥലങ്ങൾക്ക് കാണണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട്, ഞങ്ങൾ അങ്ങനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻവൈറ്റ് ചെയ്തോളൂ. ഞങ്ങൾക്ക് വരാൻ യാതൊരു മടിയില്ല. അങ്ങനെ യാതൊരു അഹങ്കാരമുള്ള കൂട്ടത്തിലല്ല ഞങ്ങൾ. ആരെങ്കിലും വിളിക്കാൻ നോക്കിയിരിക്കുന്നത് ഞങ്ങൾ ഓടിച്ചാടി ചെല്ലാനായിട്ട് കേട്ടോ. അതിപ്പോൾ കേരളം വിട്ടുള്ള അരുണാചൽ വേറെ സ്റ്റേറ്റിൽ നിന്നാണ് വന്നേക്കണേ. ഇനി നമുക്ക് ഇന്ത്യ വിട്ട അമേരിക്കയോ ആഫ്രിക്കയോ ഓസ്ട്രേലിയയോ ഉഗാണ്ടയോ എങ്ങോട്ടാണെങ്കിലും അല്ലേ മെയിൻ ഒരു വിസയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി തന്നാൽ കിടക്കാൻ ഒരു കുഞ്ഞു മുറിയും ഇച്ചിരി കഞ്ഞിയും ഒരു പപ്പടമൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളങ്ങ് ചെല്ലുമല്ലേ മെയിൻ. നമുക്ക് വലിയ ഡിമാൻഡ്സും കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ നല്ല കാണാൻ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞെത്തിയേക്കാം. അമ്മേ അത് ഇനി നമ്മളെന്നാ പോണേ അരുണാചലിന്? അരുണാചലിന് പ്രത്യേകത എന്നാ അറിയാമോ? അരുണാചൽ എവിടെ കിടക്കണമെന്ന് അറിയാമോ? അതും അറിയില്ലേ? ഇതെന്നാ ഇവിടെ കിടക്കണേ? ഓണത്തിനൊക്കെ ഈ കടയിലെ സാധനമായിട്ട് വിൽക്കുന്ന രീതിയിൽ. ഈ തറവാട്ടിലുണ്ടായതാ? അപ്പോൾ ഇത് അങ്കിളിൻ്റെ നമ്മുടെ തറവാട്ടിലുണ്ടായ പച്ചക്കറികളാണ് കേട്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം മാങ്ങ പറിക്കാൻ പോയതാണ്. കുറേ ആൾക്കാർ അടുത്ത വീട്ടിൽ ഇതിലേക്ക് കൊടുത്തു. ബാക്കിയുള്ള മാങ്ങയാണ് ഇരിക്കുന്നത്. റാണേണ്ടിക്ക് കൊടുത്തില്ലേ? ശരി, റാണേണ്ടിക്ക് വേണ്ടായിരുന്നു ആദ്യം കൊടുക്കാനായിട്ട്. റാണേണ്ടി അറിഞ്ഞില്ലേ മാങ്ങ പറിക്കാൻ പോയ കാര്യം? ആണോ? റാണേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയുടെ മൂത്തായിരുന്നു ഇളയതായിരുന്നു അമ്മി? മൂത്ത ആൻറ്റി. എല്ലാവർക്കും മൂത്ത പെങ്ങൾ. ആളെ കിട്ടിയോ തേങ്ങയുടെ? ഇതന്നെ രാവിലെ തന്നെ ഡാഡി കനാലും എല്ലാം ചാടിയോ? നനഞ്ഞ് കുളിച്ചിരിക്കണേ? അതെ, വേർത്ത് കുളിച്ചാണോ ചൂട് കാരണം? അല്ലേ, രാവിലെ ഇന്ന് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ രാവിലത്തെ. ആണോ? ഓ, ഇങ്ങനെ ചൂട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യൂലേ? രാവിലെ തന്നെ നല്ല മഴക്കാറ്. അതല്ലേ, ഭയങ്കര ചൂട്. ഇപ്പോൾ മുറിക്കകത്ത് എ സി ഉള്ളതുകൊണ്ട് കിടന്നുറങ്ങാൻ പറ്റും. പക്ഷെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങണ്ട നമുക്ക്. എന്നാ ചൂടാ. കരിഞ്ഞു പോയല്ലേ? റംബൂട്ടാൻ മൊത്തം കരിയാൻ തുടങ്ങിയല്ലേ? ലൈലോ